കോൺഗ്രസുമായുള്ള ബന്ധം മുറിച്ചു കളഞ്ഞത് ആം ആദ്മി പാർട്ടിയാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്. കോൺഗ്രസ് ഭരണത്തിന് ശേഷം ഡൽഹി വികസനത്തിൽ ഒരടി പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ലെന്നും സന്ദീപ് ദീക്ഷിത് മീഡിയ വണിനോട് പറഞ്ഞു. ന്യൂഡൽഹി മണ്ഡലത്തിൽ കെജ്രിവാളിനെതിരായ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് മുൻ എംപിയും മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ മകനുമാണ്. എന്തുകൊണ്ട് ആം ആദ്മിയുമായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടായിരുന്നില്ല എന്നതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് കോൺഗ്രസ്. They came to India Alliance, they came under us. So I resent this language of the media that we supported them. Aam Aadmi Party came running to us to support us and they broke the alliance. In June or July, their city president said that they will fight elections alone. സഖ്യം തകർന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആപ്പിന്റെ ചുമലിൽ വെച്ച് നൽകുകയാണ് സന്ദീപ് ദീക്ഷിത്. ഡൽഹിയിൽ വികസനവും ക്ഷേമവും കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. മുനിസിപ്പാലിറ്റികളും ഡൽഹി വികസന അതോറിറ്റിയും കൈവശമുണ്ടായിരുന്നിട്ടും BJP ഒന്നും ചെയ്തില്ല. തുടർച്ചയായി 10 വർഷം അധികാരത്തിലുണ്ടായിരുന്ന ആം ആദ്മി പ്രചരണത്തിന് മാത്രമാണ് മുൻതൂക്കം നൽകിയത്. കാര്യമായി അവരും ഒന്നും ചെയ്തില്ല. 15 വർഷം തുടർച്ചയായി ഡൽഹി ഭരിച്ച കോൺഗ്രസിന് 10 വർഷമായി ഒരു MLA പോലും ഇല്ലല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ. 2013 also Aam Aadmi Party did not have a single MLA. There was a wave in their favor. Okay, when people start voting in a wave for a party, Arvind Kejriwal is not something who's a formidable candidate because he's done nothing as an MLA. And Pravesh Ji also, I don't know whether what his track record in 10 years as an MP has been. So I don't think the people of New Delhi are really taking them seriously. Their first choice is Congress here. You are very confident? Yes, very confident. Thank you. വളരെ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് സന്ദീപ് ദീക്ഷിത് മുന്നോട്ട് പോകുന്നത്. തനിക്കെതിരായി മത്സരിക്കുന്നത് ആരെന്നുള്ളതല്ല, കോൺഗ്രസിന് ഇത്തവണ ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചെടുക്കും, അവരെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. ഇമ്രാൻ അൻസാരിക്കൊപ്പം D. ധരസുമോദ്, മീഡിയ 1.